അപ്പോൾ നമ്മൾ ഒരു കക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കക്ക നന്നായിട്ട് വൃത്തിയാക്കി മസാലകൾ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് അവിടെ പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മസാല ഐറ്റംസ് നോക്കുവാണെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടിയേക്കാൾ ധാരാളം വേണം, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, സവാള കൊത്തിയരിഞ്ഞത്, തക്കാളി കൊത്തിയരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പം അത് നമുക്ക് ആദ്യമായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഈ ആദ്യമുള്ള ഈ സവാള ബാക്കി മസാലകളെല്ലാം കൂടെ വാട്ടിയെടുക്കാം. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. സമയത്ത് നമുക്ക് കടുക് പൊട്ടിയ ഉടനെ തന്നെ നമുക്ക് അതിലേക്ക് സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കാം. കൂടെ പച്ചമുളക്, ഇതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചപ്പ് മാറിയിട്ടുണ്ട് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ. അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ട് വരട്ടെ. അതിനുശേഷം കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും തക്കാളി, വെളുത്തുള്ളി എല്ലാം കൂടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ മസാലകളായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊരു സ്പൈസി റോസ്റ്റാണ്, ഗരം മസാല പൗഡർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മൾ ഓൾറെഡി ഇതിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരട്ടെ, എണ്ണ തെളിഞ്ഞ് വരട്ടെ. അപ്പോൾ ഈ പൊടികൾ എല്ലാം ഒന്ന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ കുരുമുളക് പൊടി ഇടുന്നതിലേക്ക്. കാരണം കുരുമുളക് പൊടി ആദ്യം തന്നെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകും. കുരുമുളക് പൊടി ഞാൻ ഇടും. കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് ഈ മസാലയിൽ എല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരെ ഒന്ന്. നമ്മുടെ കുരുമുളക് പൊടി മസാല മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം മൂടി വയ്ക്കാം. അപ്പോൾ കല്ലുമ്മക്കായിൽ വെള്ളമുണ്ട്. നമ്മൾ ആ പിഴിഞ്ഞ് കളഞ്ഞിട്ട് വെച്ചതാണെങ്കിലും സ്വാഭാവികമായിട്ട് കല്ലുമ്മക്കായിലൊരു വെള്ളമുണ്ട്. അപ്പം കോഴിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ. അപ്പോൾ ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്തു. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഒന്ന് ക്രിസ്പിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്തും കൂടെ വറുത്തിട്ടിട്ടുണ്ട്.
ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. സീസണിൽ കല്ലുമ്മക്കായ ലഭിക്കുമ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ബൈ. താങ്ക് യു.